ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടബ് റേഡിയോ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ജൂലൈ 16, 2010 മലർബാടി ആർട്സ് ക്ലബ് എന്നൊരു ചിത്രം റിലീസാവുന്നു. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ ചിത്രം. അതോടൊപ്പം കുറേ പുതുമുഖങ്ങൾ അണിനിരക്കുന്നു. അപ്പോൾ 15 വർഷമായി ചിത്രം പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ 15 വർഷം, മലർബാടി ആർട്സ് ക്ലബിൻ്റെ 15ാം വർഷവും, അതോടൊപ്പം നിവിൻ പോളി എന്ന ആക്ടറിനെ നമുക്ക് കിട്ടിയിട്ട് 15 വർഷവും. 15 വർഷം, 15 ഇയേഴ്സ് ഓഫ് നിവിൻ പോളി എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ 15 വർഷങ്ങൾ. മലർബാടി ആർട്സ് ക്ലബ്ബ്, വിനീത് ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം, അതോടൊപ്പം ദിലീപേട്ടൻ നിർമ്മിച്ച ചിത്രം, പുതുമുഖങ്ങൾ ജുവർഗീസ്, നിവിൻ പോളി എന്നിവരുടെ അരങ്ങേറ്റ ചിത്രം. അങ്ങനെ 2010 തുടങ്ങിയ കരിയർ 2025 എത്തി നിൽക്കുമ്പോൾ ആദ്യത്തെ ഒരു 10 വർഷം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതായിരുന്നു. ഗോൾഡൻ പീരീഡ് ആയിരുന്നു പറയാം നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കൊറോണയ്ക്ക് ശേഷം, അല്ലെങ്കിൽ 2019 ശേഷം, അല്ലെങ്കിൽ 2020 തൊട്ട് പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന് ഡൗൺഫോളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെയിറ്റിങ്ങിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ അനാലിസിസിനെ കുറിച്ച് നോക്കുമ്പോൾ മലർബാടി ആർട്സ് ക്ലബ്ബ് 2010 പുറത്തിറങ്ങുന്നു. പിന്നെ കരിയർ ബ്രേക്ക് ത്രൂ ആവുന്നത് 2012 പുറത്തിറങ്ങുന്ന തട്ടത്തിമറ എന്ന ചിത്രമാണ്. ചിത്രം കേരളം ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. അതിനുശേഷം തുടർച്ചയായ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ. പ്രേമം ഉണ്ടാക്കിയ ഓളമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പ്രേമം, ആക്ഷൻ ഹീറോ ബിജു, ജേക്കബിൻ്റെ സ്വർഗരാജ്യം, സഖാവ്, അങ്ങനെ നീണ്ടുപോകുന്നു. ലവ് ആക്ഷൻ ഡ്രാമ, ബാംഗ്ലൂർ ഡേയ്സ്, ഓം ശാന്തി ഓശാന, അങ്ങനെ നീണ്ടു പോകുന്നു ഹിറ്റുകളുടെ പരമ്പര എന്നത്. 2010 മുതൽ 2019 വരെ തുടർച്ചയായിട്ട് ഹിറ്റുകൾ സമ്മാനിച്ച ഒരു ഹീറോ ആയിരുന്നു നിവിൻ പോളി എന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഡൗൺഫോള്, പിന്നീട് അതായത് അദ്ദേഹത്തിൻ്റെ സേഫ് സോണ് അതിൽ നിന്ന് മാറി വ്യത്യസ്തമായ ചിത്രങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഈ ഡൗൺഫോൾ വന്നതെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയെന്ന് പറയാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റും കോമഡികളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് വ്യത്യസ്തമായ ചിത്രങ്ങളിലേക്കും വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലേക്ക് പോയപ്പോൾ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഡൗൺഫോൾ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരുടെയും ലൈഫ് എപ്പോഴും ഒരുപോലെ പോവുകയില്ല, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതുപോലെ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഏതായാലും വളരെ ശക്തമായിട്ട് അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്നുള്ള ആ ഡയലോഗ് അദ്ദേഹത്തിന് വളരെയധികം ചേരും. കാരണം മെരിറ്റിൽ വന്നവനാണ്, ഇപ്പോൾ ഫിലിം ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെ. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലാലേട്ടനും ദിലീപേട്ടനും ശേഷം ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ചൊരു വ്യക്തി ഇദ്ദേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി മൈ ഒപ്പീനിയൻ എന്ന് പറയാം. കാരണം കൂടുതൽ ആസ്വദിച്ച് കണ്ടത് ഇവർക്ക് രണ്ടുപേരും ചിത്രങ്ങൾക്ക് ശേഷം കൂടുതൽ ആസ്വദിച്ച് കണ്ട ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ്, റിപ്പീറ്റ് വാല്യൂടെ ചിത്രങ്ങൾ. പ്രത്യേകിച്ച് കോമഡി കൈകാര്യം ചെയ്യാനുള്ള ഈ 3 പേരുടെയും കഴിവുകളാണ് 3 പേർക്കും ഫാമിലി ഓഡിയൻസിനെ ഉണ്ടാക്കി കൊടുത്തതെന്നും എനിക്ക് തോന്നുന്നു. ലാലേട്ടൻ, ദിലീപേട്ടൻ, അതോടൊപ്പം നിവിൻ പോളി. ഏതായാലും 2016 ആലുവയിൽ വെച്ച് ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട ആ ഒരു അനുഭവം ഇപ്പോൾ ഓർക്കുകയാണെന്ന് പറയാം. അത് നല്ലൊരു ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നതൊരു സങ്കടകരമായ കാര്യമാണ്. ഏതായാലും 15 വർഷം അദ്ദേഹം സിനിമ ഫീൽഡിൽ വന്നിട്ട് ഒട്ടേറെ നല്ല സിനിമകളും നല്ല കഥാപാത്രങ്ങളും നമുക്ക് സമ്മാനിച്ചു. പ്രേമം ഉണ്ടാക്കിയ ഓളം, അതായത് സംസ്ഥാനം വിട്ടും അന്യ സംസ്ഥാനങ്ങളിൽ പോലും നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് പ്രേമത്തിലൂടെയാണ്. തമിഴ്നാട്ടിലൊക്കെ പ്രേമം തകർത്തോടുകയായിരുന്നു. ഏതായാലും അദ്ദേഹം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 15 വർഷം. 2010 ജൂലൈ 16 അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം മലർബാടി ആർട്സ് ക്ലബ്ബ് പുറത്തിറങ്ങിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.